ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയെയും അർപ്പണബോധത്തെയും പ്രശംസിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഭീകരതയ്ക്ക് എതിരെ ഇന്ത്യ വിജയകരമായ പ്രതികരണമാണ് നടത്തിയതെന്നും സേനാ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ, കര, വ്യോമ, നാവികസേനാ മേധാവിമാർ എന്നിവരാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി രാഷ്ട്രപതിയെ നേരിൽ കണ്ടത്. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ച കൌണ്ടർ ഡ്രോൺ സംവിധാനമായ ഭാർഗവാസ്ത്ര വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ. ഒഡീഷയിലെ ഗോപാൽപൂരിലെ സീവാർഡ് ഫയറിംഗ് റേഞ്ചിലാണ് പരീക്ഷണം നടത്തിയത്. കുറഞ്ഞ ചെലവിൽ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഭാർഗവാസ്ത്ര. ഇന്ത്യയുടെ 6ാമത്തെ സെമി കണ്ടക്ടർ യൂണിറ്റ് ഉത്തർപ്രദേശിലെ ജേവാർ വിമാനത്താവളത്തിൽ സ്ഥാപിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഫോക്സ്കോണും ഹിന്ദുസ്ഥാൻ കമ്പ്യൂട്ടർ ലിമിറ്റഡും സംയുക്തമായാണ് പുതിയ യൂണിറ്റ് ആരംഭിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് നിർണായകമായെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ ഈ മാസം 23-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. പുത്തരികണ്ടം മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം കനകക്കുന്നിൽ ഈ മാസം 17 മുതൽ 23 വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ടൈംസ്, ഷിൻഹുവ ന്യൂസ് ഏജൻസി, TRT വേൾഡ് എന്നിവയുടെ എക്സ് അക്കൌണ്ടുകൾ ഇന്ത്യയിൽ നിരോധിച്ചു. പാകിസ്ഥാൻ പുറത്തിറക്കിയ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ പ്രചരിപ്പിച്ചതിനാണ് അവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. ചൈനീസ്, തുർക്കിയെ എന്നീ രാജ്യങ്ങളുടെ മാധ്യമങ്ങളാണ് ഇവ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ രാജസ്ഥാനിലെ ജയ്പൂരിലെത്തും. മുൻ ഉപരാഷ്ട്രപതി ബൈരോൺ സിംഗ് ഷെഖാവത്തിന്റെ സ്മരണാർത്ഥം ജയ്പൂരിൽ നിർമ്മിച്ച ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ 11ാമത് ഉപരാഷ്ട്രപതിയായിരുന്നു ബൈരോൺ സിംഗ് ഷെഖാവത്ത്. രാജ്യസഭാംഗം, രാജസ്ഥാൻ മുഖ്യമന്ത്രി എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ രാവിലെ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായാണ് ജസ്റ്റിസ് BR ഗവായി ചുമതലയേറ്റത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 2-ന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ തലത്തിൽ PTA യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈനായി സ്വീകരിച്ചു തുടങ്ങി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഹയർ സെക്കൻഡറി പ്രവേശന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 20 വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ അവസരം. ട്രയൽ അലോട്ട്മെന്റ് 24-ന് നടക്കും. ജൂൺ 18-നാണ് ക്ലാസുകൾ ആരംഭിക്കുക. പത്തനംതിട്ട കോന്നിയിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ MLA KU ജിനീഷ് കുമാർ മോചിപ്പിച്ച സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം. വനം മന്ത്രിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ കേസിൽ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തയാളെയാണ് MLA മോചിപ്പിച്ചത്. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവന് മുന്നിൽ നടക്കുന്ന ചേഞ്ച് ഓഫ് ഗാർഡ് ചടങ്ങിന്റെ വേനൽക്കാല സമയ ക്രമീകരണം ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ. രാവിലെ 7:30 മുതൽ 8:30 വരെയാണ് പുതിയ സമയം. ആലപ്പുഴ കളർകൊട്ടുണ്ടായ അപകടത്തിൽ മരിച്ച ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ 2 വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല 5 ലക്ഷം രൂപ വീതം നൽകി. സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിൽ അകാലത്തിൽ മരണപ്പെടുന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയിൽ ആദ്യ സഹായ വിതരണമാണ് ഇത്. കഴിഞ്ഞ വർഷം ഡിസംബർ 2-നുണ്ടായ അപകടത്തിൽ മെഡിക്കൽ കോളേജിലെ 6 ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് മരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരവാദത്തിനെതിരെ ശക്തമായ സന്ദേശം നൽകിയ ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ത്രിവർണ്ണ സ്വാഭിമാന യാത്ര സംഘടിപ്പിച്ചു. മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച തിരംഗ യാത്രയിൽ വിമുക്ത ഭടന്മാരും ജനങ്ങളും അണിചേർന്നു. വോട്ടർ പട്ടികയിൽ ഒന്നിലധികം തവണ പേര് ചേർക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. നിലവിൽ ഇത്തരത്തിൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥിരം താമസമില്ലാത്ത സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നതിന് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഓപ്പറേഷൻ ഡി ഹണ്ട് ലഹരി പരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നലെ 73 പേരെ അറസ്റ്റ് ചെയ്തു. 71 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.